ഒരാൾ ചെന്നിട്ട് വീരാൻ അലി ബാപ്പാനോട് പറഞ്ഞു, എന്റെ പശുവിനെ കാണാനില്ല അലി ബാപ്പ. അപ്പോൾ പറഞ്ഞു, ഇതൊരു വയറിളക്കി കളാറ്, എന്നെ കളിയാക്കാൻ തോന്നി. ഇയാളാകെ ബേജാറായി, മനസ്സിലായില്ല, പശുവിനെ കാണാനില്ലാതായിരുന്നു ഒരാളുടെ. അയാൾ അലി ബാപ്പാന്റെ അടുത്ത് എന്ന് പറഞ്ഞു, എന്റെ പശുവിനെ കാണാനില്ല എന്ന്. അപ്പൊ എന്താ പറഞ്ഞു, ഇന്ന് വയറിളക്കെന്ന് പറഞ്ഞു. ഇയാൾക്ക് തോന്നി ഇന്നെ കളിയാക്കിയതാണ്. വീട്ടിലൊന്ന് ഇയാൾ ഇങ്ങനെ ഇരുന്നു. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. അപ്പൊ ഔലിയ ബാപ്പ എങ്ങനെയാ പറഞ്ഞത്, എന്നെ ഞാൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഒന്ന് വയറിളക്കെന്ന് പറഞ്ഞു എന്നാണ്. ഇയാൾക്കൊരു റാഹത്തില്ലായ്മ, ഔലിയ ബാപ്പ നമ്മളെ കളിയാക്കിയതാന്ന് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, ഔലിയ ബാപ്പ പറഞ്ഞാലേ നിങ്ങളൊന്നാണ് വയറിളക്കിക്കാളെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങളപ്പോ കടന്നുറങ്ങാനെങ്കിലും സുഖം ഉണ്ടാവുമല്ലോ, ഒന്ന് വയറിളക്കിന്ന് പറഞ്ഞു. ഇയാൾ വയറിളക്കിട്ട് ഇയാൾക്ക് സമാധാനമില്ല. ഇയാൾ പോവുക, പശുവിനെ അന്വേഷിച്ച് പോവുക. അങ്ങനെ പോവും. എവിടെ ഒരു പൊന്തയോ കാടോ കണ്ടാൽ അവിടെ ഇരിക്കും. അടുത്തടുത്ത് വെള്ളച്ചാലിൽ പോയിട്ട് കഴുകും, പിന്നെ പോകും. പോയി അങ്ങനെ ഒരു പുഴമാടിന്റെ അടുത്തെത്തിയപ്പോ ഇയാൾക്ക് വീണ്ടും വയറ്റുനോയി. അങ്ങനെ കഴിഞ്ഞ് പുഴയൊക്കെ അങ്ങോട്ട് ഇറങ്ങി കഴുകാൻ ചെന്നപ്പോ ഉണ്ട് ആ പുഴമാട്ടുമ്മൽ പശു. ഇപ്പൊ എന്തൊക്കെ കിട്ടി, ഇപ്പൊ പശുവിനെയും കിട്ടി, വയറ്റുള്ളത് പോയി കിട്ടി, ഒക്കെ റാഹത്തായി. എന്തേ, എങ്ങനുണ്ട്? ഇതാണ് സൂഫിയാക്കൾ, അവരാണ് ഇവിടെ ദീൻ പഠിപ്പിച്ചത്.